സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവെ അവരെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കൃപയുടെ സമയത്ത് നമുക്ക് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ലേഖനം ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിലുള്ളതും ഈ ലോകത്തിൻ്റേതല്ലാത്തതുമായ ഒന്നിനും നമ്മളെ വേർപെടുത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇന്ന് തിരുസഭ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ അവിടെ കാണുക. കോർപ്പൂസ് ക്രിസ്തി എന്ന ഈ തിരുനാളിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുക. ആ തിരുശരീര രക്തങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയത് അവിടുത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നാം വായിച്ചു കേട്ട ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രിയമുള്ളവരെ, സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ നമുക്ക് വേണ്ടി കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നമ്മളെ അധികമായി സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മളെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അതിനാലാണ് തൻ്റെ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി അവിടുന്ന് നൽകിയത്. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവത്തിനുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം നമ്മളെ വീണ്ടെടുക്കുക, നമ്മളെ വീണ്ടും അവിടുത്തെ സ്നേഹത്തിൽ ഒന്നാക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കുവാൻ സ്വപുത്രനെ തന്നെയാണ് അവിടുന്ന് നൽകിയത്. അത് വലിയൊരു ത്യാഗമായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്. തൻ്റെ സ്വപുത്രനേക്കാൾ ഉപരിയായി
നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതിൻ്റെ വലിയ അടയാളമായിരുന്നു യേശുവിൻ്റെ കുരിശ് മരണം. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ അടുക്കൽ നിന്നവർ പരിഹസിച്ചപ്പോൾ പോലും അവിടെ ദൈവം ഇറങ്ങി വന്നില്ല. എന്തിനു വേണ്ടിയാണ്? അത് അങ്ങനെ അവസാനിക്കേണ്ട ഒന്നായിരുന്നില്ല, മറിച്ച് അവൻ്റെ ബലിയിലൂടെ നാം എല്ലാവരും വീണ്ടെടുക്കപ്പെടണം. അതിനു വേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഇന്ന് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്ന് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ ഒരേപോലെ ആവർത്തിക്കുന്ന ഒരു വചനമാണ്. ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോതമ്പപ്പം നമ്മളുടെ കരങ്ങളിലേക്ക് വെച്ച് തരുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരു ഗോതമ്പപ്പമല്ല, മറിച്ച് കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. ആ കർത്താവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെയാണ് ഉൾക്കൊള്ളുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഒരു വിവാഹം എന്ന കൂദാശയെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ശരീരമായി മാറുന്നത് പോലെ ഇവിടെ കർത്താവ് ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ശരീരവുമായി ഒന്നായി മാറുന്ന വലിയ അത്ഭുതമാണ് നടക്കുക. പ്രിയമുള്ളവരെ, പിന്നീട് കർത്താവാണ് നമ്മളിൽ വസിക്കുന്നത്. പലപ്പോഴും അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. പഴയകാല ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ പഴയ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ കൂടുതലായി രക്തം അവരുടെ ജീവിതത്തിൽ ജീവൻ്റെ അടയാളമായിരുന്നു. അതുകൊണ്ട് രക്തം കലർന്ന മാംസം ഭക്ഷിക്കരുത് എന്നാണ് അവർ പലപ്പോഴും പറഞ്ഞിരുന്നത്. കാരണം ആ രക്തത്തിൽ ജീവനുണ്ട്. അതുകൊണ്ട് ജീവൻ പൂർണ്ണമായി നിലച്ച ഒന്ന് മാത്രമാണ് ഭക്ഷിക്കുവാൻ പോലും അവർ അനുവദിച്ചിരുന്നത്. അപ്പോൾ യേശു നമ്മോട് പറയുന്നു, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ യേശു തൻ്റെ ശരീരത്തോടൊപ്പം തൻ്റെ ജീവൻ മുഴുവനുമായി നമുക്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഈ ലോകത്തിൽ ഞാൻ ജീവിക്കേണ്ടത് നിങ്ങളിലൂടെയാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കുവാൻ പറ്റുക. ഈ ലോക ജീവിതത്തിൽ ഞാൻ ഇനി നിങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കും. നിങ്ങളിലൂടെയാണ് ഇനി എൻ്റെ ജീവിതം. അതിനായി എൻ്റെ ശരീരവും രക്തവും പൂർണ്ണമായും നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായി നൽകിയവനാണ് യേശുനാഥൻ. അതാണ് യേശുവിൻ്റെ വലിയ സ്നേഹം. നമ്മൾ വായിച്ചു കേട്ട ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമാണ് ആ സ്നേഹത്തിന് അകന്നു പോകുവാൻ പറ്റുക. ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും നമ്മളെ ആ ദൈവസ്നേഹത്തിന് അകറ്റുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധിക്കും. കാരണം മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയ പ്രത്യേകതയാണത്. പൂർണ്ണമായ സ്വാതന്ത്ര്യം കർത്താവ് നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് അത്രമാത്രം വില കൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഓരോ മനുഷ്യനും അവന് കൃത്യമായി വില കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് കർത്താവ്. നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും എല്ലാം വയ്ക്കുമ്പോൾ അത് ഏത് വേണം എന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതും തിരഞ്ഞെടുക്കാം. എൻ്റെ മുമ്പിലുള്ളത് നന്മയാണ്, തിന്മയാണ്, നല്ലതാണ്, ചീത്തയാണ്, ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. ഒരിക്കലും കർത്താവ് നിന്നെ നിർബന്ധിക്കില്ല. അതിലൂടെ കർത്താവ് പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് നൽകുമ്പോൾ ആ സ്വാതന്ത്ര്യം വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ചിലവഴിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും. അതേസമയം നമ്മൾ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോകും. ഈ ലോകത്തിൻ്റെയും ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു ശക്തിക്കും നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴും പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നമ്മൾ തന്നെ എന്തോ തെറ്റിലേക്ക് വീണുപോയി എന്നുള്ളതാണ്.
നമ്മൾ തന്നെ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരെ പഴിക്കാതെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് എന്നെ ദൈവത്തിന് അകറ്റിയത് എന്ന് തിരിച്ചറിയുക. കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് വേണ്ടി പങ്കുവെക്കുമ്പോൾ അവൻ നമ്മളെ എത്രയധികമായി സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം മുറിയപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ആ മുറിവുകൾ ഒരിക്കലും അവന് വേദനയായിട്ടില്ല. അതേസമയം അവൻ തൻ്റെ തിരുശരീര രക്തത്തിലൂടെ നേടിയെടുത്ത ഈ ജനത ഓരോ തെറ്റ് ചെയ്തും ദൈവത്തിന് അകന്നു പോകുമ്പോൾ അതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഞാൻ ആർക്ക് വേണ്ടിയാണോ ഈ പീഡാസഹനത്തിലൂടെ കടന്നു പോയത്, അവർ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന വേദന. പ്രിയമുള്ളവരെ, ആ ഒരു വേദന സമ്മാനിക്കുന്നവരാണോ നാം ഓരോരുത്തരും? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ട വില കൽപ്പിക്കുന്നവരാണോ നമ്മൾ? കർത്താവ് ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകുന്നവരാണോ നമ്മൾ? ഈ ലോകശക്തികൾക്ക് മുമ്പിൽ തലകുനിക്കുന്നവരാണോ നാം ഓരോരുത്തരും? അതോ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണോ? പ്രിയമുള്ളവരെ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ യേശുവിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് തന്നെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിക്കുവാൻ വേണ്ടി കർത്താവ് ഒത്തിരിയേറെ ആളുകളെ ഒരുക്കിയിട്ടുണ്ട്. ആ സഹായം എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. ഒരുപക്ഷെ ഒരു കുഴിയിൽ വീണ് കിടക്കുന്നവനായിരിക്കാം നാം ഓരോരുത്തരും. അവിടെ നമ്മളെ രക്ഷിക്കുവാൻ കർത്താവ് തന്നെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവ നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവരെ തടയുകയല്ല, മറിച്ച് അവരെ നമ്മളെ രക്ഷിക്കുവാൻ അനുവദിക്കുവാൻ നമ്മൾ തയ്യാറാക്കുക. അത് നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് തന്നെ ഒരുക്കുന്നവരായിരിക്കാം. പല രീതിയിലും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, അനുഭവങ്ങളിലൂടെ ആയിരിക്കാം. പല വിധേനയും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് ഓരോ സൂചനകൾ നൽകുന്നുണ്ട്. മകനെ, മകളെ, നീ ഇതുപോലെ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കർത്താവിനെ അനുഗമിക്കാൻ സാധിക്കും. മകനെ, മകളെ, നീ ഇതുപോലെ പ്രവർത്തിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം പൂർണ്ണമായി അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ അത് എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. ഓരോ ദിവ്യബലിയിലും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. നിൻ്റെ ജീവിതത്തിലേക്ക് തിരുവോസ്തിയായി അവിടുന്ന് കടന്നു വരുമ്പോൾ എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് നീ അതിനെ സമീപിക്കുന്നത്. ഈ തിരുവോസ്തിയിൽ നിൻ്റെ ദൈവം തന്നെയാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി തൻ്റെ ശരീരവും രക്തവും നൽകിയവനാണ് ഈ തിരുവോസ്തിയിലൂടെ ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അവൻ എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച ആ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണിത്. പലപ്പോഴും വളരെ യാന്ത്രികമായി നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്തിരിക്കുന്നവൻ എന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ട് യാതൊരു ഒരുക്കവുമില്ലാതെ പലപ്പോഴും വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ദിവ്യബലിയെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നാൽ എൻ്റെ ചുറ്റുപാടുമുള്ളവർ എന്നെ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുന്നത് എന്ന ചിന്തയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുക. മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നിനക്കൊന്നും നേടേണ്ടതായിട്ടില്ല, മറിച്ച് നീ നിന്നെ തന്നെ കർത്താവിന് വെളിപ്പെടുത്തി കൊടുക്കുക. കർത്താവ്, ഇതാണ് ഞാൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന കർത്താവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം.
ഇന്ന് കോർപ്പസ് ക്രിസ്തി തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും വിശുദ്ധ ബലിയിൽ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ പൂർണ്ണമായ വിശുദ്ധിയോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, എന്ന് ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വസിക്കുവാൻ ഒരു തിരുവോസ്തിയായി അങ്ങ് മാറിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ആ തിരുവോസ്തിയിൽ വസിക്കുന്നത് അങ്ങാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ അനുഭവിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്കോരോരുത്തർക്കും പ്രദാനം ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,